യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ അൾത്താരയിൽ കയറി നിന്ന് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. 2019 നവംബർ മാസം 29-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം 2 പ്രാവശ്യം എനിക്ക് ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മ മാതാവിനെ സഹായിച്ചു. അതോടൊപ്പം 2 പ്രാവശ്യം എനിക്ക് സാക്ഷ്യങ്ങൾ എഴുതി കൊടുക്കുവാനും സാധിച്ചു. എൻ്റെ പേര് ബേബി റേച്ചൽ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു ടീച്ചറാണ്. എനിക്ക് ഉണ്ടായ ചില സാക്ഷ്യങ്ങൾ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിൽ നമുക്കെല്ലാം അറിയാം കേട്ടറ്റ് പരീക്ഷയുടെ കാര്യം. എനിക്കിപ്പോൾ 52 വയസ്സായി. അപ്പം കേട്ടറ്റ് പരീക്ഷ എന്ന കടമ്പ എനിക്കും കടക്കണമായിരുന്നു. 2025 ഡിസംബർ മാസത്തിലാണ് ഞാൻ കേട്ടറ്റിന് അപേക്ഷ കൊടുക്കുന്നത്. അപേക്ഷ കൊടുത്തെങ്കിലും എനിക്കതിന് പഠിക്കുവാനോ ക്ലാസ്സിൽ ചേരുവാനോ ഓൺലൈൻ ക്ലാസ് പോലും ചേരുവാൻ എനിക്ക് സാധിച്ചില്ല. അത്രയ്ക്ക് ക്ലാസ്സിൻ്റെ ചാർജ് കൂടാതെ സ്കൂളിൻ്റെ ചാർജുകൾ പലപ്പോഴും ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ ഓർത്തിരിക്കുമ്പോൾ ലാസ്റ്റ് ഒരാഴ്ചയെങ്കിലും എനിക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മാസങ്ങളും ദിവസങ്ങളും ഒക്കെ കടന്നുപോയി. ലാസ്റ്റ് ഒരാഴ്ചയെങ്കിലും എനിക്ക് പഠിക്കാൻ വേണ്ടി ലീവ് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നേക്കാളും മറ്റ് ടീച്ചേഴ്സ് നേരത്തെ ലീവ് പറഞ്ഞതിനാൽ എനിക്ക് ലീവ് എടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ എനിക്ക് സ്കൂളിൻ്റെ ചാർജ് കിട്ടി. അതുപോലെ ലാസ്റ്റ് 2 ദിവസം പോലും എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് പ്രമോഷന് വേണ്ടി മാത്രമാണ് കേട്ടറ്റ് വേണ്ടത്. പക്ഷേ നമുക്കറിയാം കേട്ടറ്റില്ലാതെ മുൻപോട്ട് പോകാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ അറിയുന്ന എല്ലാ ടീച്ചേഴ്സും എന്നോട് പറയുമായിരുന്നു പ്രാർത്ഥിക്കണമെന്ന്. അവർക്ക് വേണ്ടി ഞാൻ എന്നും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് വന്നു. തലേ ദിവസം വളരെ കൂളായിരുന്നു ഞാൻ. കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എന്തായാലും 1000 രൂപ കൊടുത്ത് അപേക്ഷ കൊടുത്തതാണ്. വെറുതെ ബബിൾ ചെയ്യാം, കുറേ കാലമായി ബബിൾ ചെയ്തിട്ട്. അടുത്ത പരീക്ഷയ്ക്കുള്ള അപേക്ഷയും ഞാൻ കൊടുത്തു അതിന് മുമ്പായിട്ട്. കാരണം ഇതെനിക്ക് ജയിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. പക്ഷെ പ്രാർത്ഥന മുടക്കിയില്ല. ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ വന്ന് കാസർഗോഡ് നിന്ന് വന്ന് 3 കെട്ട് പേപ്പർ വാങ്ങിക്കൊണ്ട് പോയി ഞാൻ ബസ് സ്റ്റാൻഡിലും എൻ്റെ ബസ്സിൽ പോകുമ്പോഴും എല്ലാം ഞാൻ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ പരീക്ഷ വന്ന അന്ന് ഞാൻ വെഞ്ചരിച്ച ഉപ്പ് കരുതിക്കൊണ്ട് പോയി. ഞാൻ അന്നേരം എനിക്ക് മനസ്സിന് നല്ല സമാധാനമായിരുന്നു. ഞാൻ തൊടാത്ത സ്ഥലത്ത് ഹാളിൽ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ആ ഹാളിലിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും വേണ്ടി. എൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടികൾ മുതൽ ഈ വർഷം റിട്ടയർഡ് ചെയ്യാനുള്ള അധ്യാപകർ വരെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചത്. അതുപോലെ പരീക്ഷ കഴിഞ്ഞു. ഞാനാണ് ആദ്യം ആ ഹാളിൽ ബബിൾ ചെയ്ത് കഴിഞ്ഞത്. ഞാൻ വളരെ കൂളായിട്ടിരുന്നു. എന്താ ചെയ്തതെന്ന് എനിക്കും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്തിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിച്ചത്, ആ പരീക്ഷാ ഹാളിൽ ആ സ്കൂളിൽ എഴുതുന്ന എല്ലാ അധ്യാപകർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. വിശുദ്ധ തൈലം ഞാൻ എൻ്റെ ഹാൾ ടിക്കറ്റിൽ പുരട്ടിക്കൊണ്ടാണ് പോയത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഓരോന്നും ബബിൾ ചെയ്ത്. ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. കാരണം ആൻസർ എനിക്ക് വ്യക്തതയൊന്നുമില്ല. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു. എല്ലാവരും തിരക്കിൽ പേപ്പർ നോക്കുന്നു, മാർക്ക് കൂട്ടുന്നു. പലരും എന്നോട് ചോദിച്ചു എങ്ങനെയാണെന്ന്. ഞാൻ നോക്കിയില്ല. കാരണം ഞാൻ സമാധാനത്തിലാണ്. കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എഴുതാം. മാതാവിന് ഇഷ്ടമുള്ളത് എന്താണ് ഭവിക്കട്ടെ, അതായിരുന്നു എൻ്റെ വിശ്വാസം. മാതാവിന് ഞാൻ വിജയിക്കണം, എനിക്ക് പ്രൊമോഷൻ ലഭിക്കാനാണ് താല്പര്യമെങ്കിൽ മാതാവ് എനിക്ക് തരും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കേട്ടറ്റിൻ്റെ റിസൾട്ട് വന്നു. വളരെ അതിശയകരമായി എൻ്റെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഇടപെടൽ മൂലം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് തൈലം, ഉപ്പ്, വിശുദ്ധ തേനൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്ക് വിജയിക്കാൻ സാധിച്ചു. നോട്ട് മൈ മെറിറ്റ് ബട്ട് ദ ഗ്രേസ് ഓഫ് അവർ ഗോഡ് ആൻഡ് മേരി മദർ. അത് ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു.
നിങ്ങൾക്കറിയാം, ഇവിടെ ഒത്തിരി കുട്ടികൾ കാണും കേട്ടിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി വന്നവർ. നിങ്ങൾ ഉറച്ചു പൊക്കോളുക, മാതാവ് കൂടെയുണ്ട്. ഉടമ്പടി എടുത്തതാണെങ്കിൽ എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്കത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 90 മാർക്കാണ് വിജയിക്കാൻ വേണ്ടത്. 91 മാർക്ക് തന്നെന്നെ മാതാവ് വിജയിപ്പിച്ചു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കോവിഡ് സമയത്ത് ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങി. അത് നമുക്ക് താങ്ങുന്നതിലപ്പുറമായിരുന്നു അതിൻ്റെ വിലയും കാര്യങ്ങളും. എങ്കിലും ഘട്ടം ഘട്ടമായി, എൻ്റെ ഒരു കസിൻ്റെ ആയിരുന്നു സ്ഥലം, ഘട്ടം ഘട്ടമായി പൈസ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. എങ്കിലും പല പ്രാവശ്യവും നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കസിൻ മരിച്ചു. അപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. കാരണം എത്രയും പെട്ടെന്ന് ഈ കടം വീട്ടണം. അവർ നമ്മളോട് എല്ലാം നമ്മളെ ഒരു വിശ്വാസത്തിൽ തന്ന സ്ഥലമാണ്, എല്ലാ രേഖകളും ഒപ്പിട്ട് തന്നിരുന്നു. അപ്പം എത്രയും പെട്ടെന്ന് എനിക്കത് വീട്ടണമെന്ന് തോന്നി. ഞാൻ അടുത്ത പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോൾ ആ കാര്യം വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിനോട് കൂടെ തന്നെ ഞാൻ പ്രാർത്ഥനയോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികളും ചെയ്തിരുന്നു. എല്ലാ ആഴ്ചയിലും ഒന്നെങ്കിലും ഞാൻ ഒരു 50-25 പൊതികൾ കെട്ടി കാഞ്ഞങ്ങാട് അവിടെ ഒരു സ്ഥലമുണ്ട്, ഒത്തിരി ആൾക്കാർ ഭക്ഷണത്തിന് വരുന്നതാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പൊതി കെട്ടി 50-25 നമുക്ക് സൗകര്യമുള്ള പോലെ പൊതി കെട്ടിക്കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ കാരുണ്യ പ്രവർത്തികൾ എത്ര മുന്നോട്ട് പോകും തോറും നമ്മുടെ അനുഗ്രഹങ്ങൾ ഒത്തിരി വരുന്നതായി എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. അതുപോലെ നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ വ്യക്തികളെയും എനിക്ക് മാതാവിലൂടെ കാണുവാൻ സാധിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങളുടെ ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം, ഞങ്ങൾക്ക് 15 സെൻറ്റ് സ്ഥലം മാത്രമേ ആവശ്യമുള്ളായിരുന്നു ഒരു വീട് വെക്കാൻ. ബാക്കി സ്ഥലം പെട്ടെന്ന് വിൽപ്പനയ്ക്ക് സാധിച്ചു. അങ്ങനെ ആ കടം വീട്ടുവാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുപോലെ തന്നെ മറ്റൊന്ന് എൻ്റെ ഒരു രോഗസൗഖ്യമാണ്. വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും വിശുദ്ധ തേനും ഉപയോഗിച്ച് എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്നാണ് സംഭവിച്ചത്. ഉച്ച മുതൽ ഉള്ളംകാല് വരെ ക്ലാസ്സിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ ചൊറിച്ചിലാണ്. പല ഡോക്ടേഴ്സിനെ കാണിച്ചു. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നല്ല ഡോക്ടറാണ് നരഹരി ഡോക്ടർ. ഡോക്ടറെ കാണിച്ചു, ഒരു പ്രശ്നവുമില്ല. ഡോക്ടർ എന്നോട് ചോദിച്ചു, ടീച്ചർക്ക് ടെൻഷനുണ്ട്? ഞാൻ പറഞ്ഞു, ടെൻഷനൊന്നുമില്ല. എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത പ്രാവശ്യം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. ഞാൻ ആ മരുന്നെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഈ മരുന്ന് കഴിക്കില്ല. മാതാവിൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് രോഗസൗഖ്യം തരണം. എനിക്കത് ഈ അൾത്താരയിൽ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കണം. അങ്ങനെ പിന്നെ ഞാൻ ആ കാര്യം മറന്നു. സത്യം പറഞ്ഞാൽ അതാണ് നടന്നത്. ഞാൻ പിന്നീട് മരുന്ന് ഉപയോഗിച്ചില്ല. ആ മരുന്നൊക്കെ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. എങ്ങനെയോ എനിക്കറിയില്ല, ഞാൻ സത്യം പറഞ്ഞാൽ ആ കാര്യമേ മറന്നു. വിശുദ്ധ തൈലം പുരട്ടുമായിരുന്നു. കുളിക്കുന്ന വെള്ളത്തിൽ ഞാൻ വിശുദ്ധ ഉപ്പിടുമായിരുന്നു. രാവിലെയും വൈകുന്നേരം മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി എനിക്ക് മാത്രമല്ല എൻ്റെ മുൻപിൽ ഇരിക്കുന്ന കുട്ടികളെ, ഞാൻ ആ സ്കൂളിലെ ഒരു ക്രിസ്ത്യാനിയാണ്. അവിടെ ഭൂരിഭാഗം ആൾക്കാരും മുസ്ലിംസ്, ഹിന്ദുസാണ്. അപ്പം ഈ സാക്ഷ്യങ്ങൾ, എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ പേരൻസിന്, എൻ്റെ കൊളീഗ്സിനോടൊക്കെ പറയാറുണ്ട്. അവർക്ക് പത്രം കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ വാങ്ങുന്നു. അങ്ങനെ അമ്മ മാതാവിനെ എൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എനിക്ക് പ്രഘോഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. പലരെയും കാസർഗോഡ് ജില്ലയിൽ നിന്നു മുതൽ എൻ്റെ ഫ്രണ്ട്സ് തിരുവനന്തപുരത്തുണ്ട്. അവരെയും വരെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും അമ്മ മാതാവിനോട് അടുപ്പിക്കുവാനും സാധിച്ചു. അതൊക്കെ എൻ്റെ മെറിറ്റ്, നോട്ട് മൈ മെറിറ്റ്, ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് മൈ മദർ മേരി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി നന്മകൾ അമ്മ മാതാവ് തന്നു. കുട്ടികളെയും കൊണ്ട് വന്ന് എൻ്റെ ഒരേ ഒരു ആഗ്രഹം, ഞങ്ങൾ 4 പേര്, എനിക്ക് 2 ആൺകുട്ടികളാണ്, ഞങ്ങൾ 4 പേരൂടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിക്കണമെന്നാണ് അമ്മ മാതാവിനോടുള്ള എൻ്റെ പ്രാർത്ഥന. ഒരിക്കലും അനുഗ്രഹം മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത്. എനിക്കറിയാം, ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എനിക്ക് ജപമാല ചൊല്ലാൻ അറിയില്ല.
പക്ഷെ എല്ലാ ദിവസവും എനിക്ക് സമയമില്ല. ഞാൻ 50 കിലോമീറ്റർ യാത്ര ചെയ്താണ് സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. ഞാൻ ബസ്സിലിരുന്ന് ജപമാല ചൊല്ലും, പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും. അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ ബസ്സിലിരുന്ന് കേൾക്കും. എൻ്റെ അടുത്തിരിക്കുന്നവരോട് ഞാൻ പറയും. അപ്പോൾ അവർക്കൊക്കെ ആരും എന്നോട് നോ പറഞ്ഞിട്ടില്ല. ഞാൻ പത്രം കൊടുക്കുമ്പോഴൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഈ അടുത്ത ദിവസം വരെയും എൻ്റെ കയ്യിൽ ഞാൻ മറന്നു വെച്ച ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതുവരെ ഇന്നലെ വരെ എനിക്ക് കൊടുക്കാൻ സാധിച്ചു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബേബി റൈച്ചൽ കാസർഗോഡ് തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ അനുഭവസാക്ഷ്യം തൻ്റെ കേറ്ററ്റ് എക്സാം പാസ്സാവുക എന്നതായിരുന്നു. കാരണം പഠിക്കുവാനായിട്ടാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് സമയം കിട്ടാത്തൊരു അവസ്ഥയിലൂടെയാണ് ബേബി റൈച്ചൽ കടന്നു പോവുക. കാരണം സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ സ്കൂളിൽ തന്നെ ചാർജൊക്കെ ഉള്ളപ്പോഴത്തേക്ക് വലിയൊരു ഉത്തരവാദിത്തത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നെങ്കിലും കൂടെയുള്ളവരൊക്കെ ലീവിലായതുകൊണ്ട് തന്നെ തനിക്ക് പഠിക്കുവാനുള്ളൊരു അവസരം പോലും ഉണ്ടാകാതെ കണ്ടാണ് ഈ കേറ്ററ്റ് എക്സാമിന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടി പോവുകയും ചെയ്യുന്നത്. കാരണം ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ കൂടെ ചെയ്തിട്ടാണ് ബേബി റൈച്ചൽ കടന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. കാരണം തനിക്കൊന്നിനെക്കുറിച്ചുള്ളൊരു പ്രിപ്പറേഷൻ പോലും ഇല്ലാതെ കണ്ട് ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മ തന്നെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെയാണ് പരീക്ഷാ ഹാളിലേക്ക് പോവുക. പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും ബബിൾ കളിക്കാമെന്നുള്ളൊരു ചിന്തയോട് കൂടെയാണ് പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്യുക. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണമാണ് ബേബി റൈച്ചലിന് കൂടെ ഉണ്ടാകുന്നത്. കാരണം പരിശുദ്ധ അമ്മ തനിക്ക് ഉന്നതമായ വിജയം നൽകുന്നുള്ളൊരു മുൻവിധിയോടുകൂടിയാണ് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. കാരണം എന്ന് പറയുമ്പോൾ തനിക്ക് എപ്രകാരം മുമ്പോട്ട് പോകണമെന്നും അതുപോലെ തന്നെ തൻ്റെ മെറിറ്റിൽ തനിക്കിത് കിട്ടത്തില്ല എന്നുള്ളതും പരിശുദ്ധ അമ്മയുടെ കൃപയിലാണ് തനിക്കിത് എക്സാം പാസ്സാകാൻ സാധിക്കത്തുള്ളതെന്നുള്ള വാക്കുകൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ റിസൾട്ട് വരുമ്പോഴും പൂർണ്ണമായിട്ടൊരു വിശ്വാസത്തിലേക്ക് വരുന്നത് ഒരു കൺഫർമേഷൻ കൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് കൂടിയാണ് കേറ്റിട്ട് പാസ്സാ എന്നുള്ളൊരു ബോധ്യം കടന്നു വരികയും ചെയ്യുന്നത്. അത് തൻ്റെ മെറിറ്റ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ കൃപയാലും ഉടമ്പടി നേർച്ച വസ്തുക്കളോടൊക്കെ ചേർത്ത് വെച്ച തൻ്റെ വിശ്വാസമാണ് തനിക്ക് ഉന്നതമായ വിജയം കേറ്റിട്ട് പാസ്സാകുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്തത്. അതിനോട് ചേർത്തുകൊണ്ട് തനിക്ക് രോഗസൗഖ്യമാണെങ്കിലും നിരവധി അനുഗ്രഹങ്ങളാണെങ്കിലും ചെറിയ കടങ്ങളൊക്കെ മാറ്റുവാനായിട്ട് സാധിക്കുകയും ചെയ്തത് ഉടമ്പടിയോട് ചേർന്നുള്ള തൻ്റെ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നോണം കൂടെയുള്ളവരോടും കാസർഗോഡും ചുറ്റുമുള്ള ആൾക്കാരോടും കുട്ടികളോടൊക്കെ ആണെങ്കിലും തനിക്കറിയാവുന്ന കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് പരിശുദ്ധമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ബേബി റൈച്ചൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെ മാറ്റട്ടെ എന്നും ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ എത്തണമേ എന്നും നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.